ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമുക്ക് ഇന്ന് +2 ക്രിസ്മസ് എക്സാം ആയിരുന്നു, കെമിസ്ട്രിയുടെ എക്സാം ആയിരുന്നു. ഓവറോൾ നോക്കുമ്പോൾ അത്യാവശ്യം നല്ലൊരു എക്സാം തന്നെ ആയിരുന്നു കേട്ടോ. ക്വസ്റ്റ്യൻ പേപ്പർ നല്ലപോലെ സ്റ്റാൻഡേർഡ് ആയിട്ടുണ്ട്, എന്നാൽ നമുക്ക് നല്ലപോലെ പഠിച്ചതിന് എഴുതാൻ പറ്റുന്ന നല്ലൊരു എക്സാം തന്നെ ആയിരുന്നു ഇന്നത്തെ കെമിസ്ട്രി എക്സാം എന്ന് പറയുന്നത്. ആക്ച്വലി ഞാൻ അങ്ങനെ 1 മാർക്കിലോട്ട് വലിയ കോൺസെൻട്രേഷൻ കൊടുക്കാത്തതുകൊണ്ടായിരിക്കും അതെനിക്ക് എല്ലായ്പ്പോഴും ടഫായിട്ടാണ് കേട്ടോ വരാറുള്ളത്. അപ്പം എനിക്കത് കുറച്ച് ടഫ് ഉണ്ടായിരുന്നു. മെർക്കുറി സെല്ലിൻ്റെ ആ ഒരു പൊട്ടൻഷ്യലിൻ്റെ വാല്യൂ ഒക്കെ ഞാൻ മറന്നുപോയി. അത് ആക്ച്വലി ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടില്ലായിരുന്നു ആ ഒരു ടോപ്പിക്കിലോട്ടൊന്നും. അതിൻ്റെ ഫീച്ചേഴ്സൊക്കെ പെട്ടെന്ന് വായിച്ച് വിട്ടെങ്കിലും പക്ഷെ അതൊന്നും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. അതൊക്കെ കുറച്ച് എനിക്ക് ടഫായിരുന്നു. പക്ഷെ നമ്മൾ എന്താണെന്ന് പറയുക, 2 മാർക്ക് സെഷനിലോട്ട് വരുമ്പോൾ എനിക്കത് ഭയങ്കര ഒരു ആശ്വാസമുള്ള ഒരു സെഷനായിരുന്നു കേട്ടോ ആ 2 മാർക്ക് എന്ന് പറഞ്ഞാൽ. കാരണം മോസ്റ്റ്ലി എന്താണ് PYQസിലൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസും ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് കുറച്ച് ബെറ്റർ ആയിട്ട് എനിക്കത് തോന്നി. 2 മാർക്ക് സെഷനിൽ ഓൾമോസ്റ്റ് അറിയാവുന്നതായിരുന്നു. പക്ഷേ ഉണ്ടല്ലോ, നമ്മുടെ ആക്ടിവേഷൻ എനർജിയുടെ ആ ഒരു പൊട്ടൻഷ്യൽ എനർജി ഡയഗ്രം അതൊക്കെ ഞാൻ ആ ഒരു ടോപ്പിക്കൊന്നും ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്ക് അതൊന്നും അറിയത്തില്ലായിരുന്നു, വരയ്ക്കാൻ എനിക്ക് അറിയത്തില്ലായിരുന്നു. ആ ഒരു ടോപ്പിക്കിൽ എനിക്ക് തോന്നുന്നു ആ ഒരു സെഷനിൽ 2 മാർക്ക് സെഷനിൽ എനിക്ക് അതെനിക്ക് അറിയത്തില്ല. ഞാൻ ആദ്യം ആക്ച്വലി ആ ടോപ്പിക്കിലോട്ട് ഞാൻ വലിയ കോൺസെൻട്രേഷൻ കൊടുത്തില്ലായിരുന്നു. അപ്പം അത് ഞാൻ വരുമെന്ന് പോലും ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അതെനിക്കപ്പോൾ കുറച്ച് ടഫായിട്ട് എനിക്ക് തോന്നി. പക്ഷേ 2 മാർക്ക് സെഷനിലെ ബാക്കിയെല്ലാം നല്ല എളുപ്പമായിട്ടാണ് തോന്നിയത്. കാരണം PYQസിലൊക്കെ നമ്മൾ കണ്ടുവരുന്നത് ഒരു പാറ്റേണിൽ തന്നെയായിരുന്നു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നത്. ലാന്തനോട് കൺട്രാക്ഷൻ ഒക്കെ ആണെങ്കിലും അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമുക്കറിയാം. അതൊക്കെ എന്താണ് ഒരുമാതിരി പാറ്റേൺ പോലെ വന്നിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് 2 മാർക്കിൽ അത്യാവശ്യം എല്ലാം നല്ല പോലെ എഴുതാൻ പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. 3 മാർക്ക് വന്നപ്പോൾ ഞാൻ കുറച്ചൊന്ന് പതറിപ്പോയെങ്കിലും പക്ഷെ ഞാൻ എന്തായാലും എഴുതി ഗൈസ്. H2O2 ഫ്യൂവൽ സെല്ലൊക്കെ എക്സാം ഹോളിൽ കയറുന്നതിന് ഞാൻ തൊട്ട് മുന്നേ നമ്മൾ എന്തെങ്കിലുമൊക്കെ വായിച്ച് വിടൂല, അങ്ങനെ ഞാൻ പെട്ടെന്ന് ആ ഡയഗ്രം ഒക്കെ നോക്കിയിട്ടായിരുന്നു കയറിയിട്ടുണ്ടായിരുന്നത്. അതൊക്കെ എന്ന് പറഞ്ഞാൽ പ്രീവിയസ് ഇയറിൽ നമ്മൾ കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അപ്പോൾ എനിക്ക് എവിടെയോ ഒരു ഉൾവിളി ഉണ്ടായിരുന്നു, അത് ചോദിക്കുമെന്നറിയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഏറ്റവും ബുദ്ധിമുട്ട് എനിക്ക് തോന്നിയത് അതിൻ്റെ റിയാക്ഷൻസ് പഠിക്കാനാണ്. ഇലക്ട്രോ കെമിസ്ട്രിയിൽ എനിക്ക് തോന്നുന്നു നമുക്ക് ഏറ്റവും പാടായിട്ടുള്ള ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഈ റിയാക്ഷൻസ് ഓർത്തിരിക്കുക എന്നുള്ളതാണ്. കാരണം കൊറോഷൻ്റെ ആയാലും ലെഡ് സ്റ്റോറേജ് ബാറ്ററിയുടെ ആയാലും ഇപ്പം H2O2 ഫ്യൂവൽ സെല്ല്, ഇലക്ട്രോളിസിൻ്റെ പ്രോഡക്റ്റ്, അതിലൊക്കെ കുറേ ഇക്വേഷൻസ് വരുന്നുണ്ട്. അതൊക്കെ നമുക്ക് ഓർത്തിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ടഫസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണത്. H2O2 ഫ്യൂവൽസിൽ അതിലൊക്കെ ഏതാണ്ടൊരു സിമിലാരിറ്റി വരുന്നുണ്ട് ചില ഇക്വേഷൻസിൽ. അപ്പോൾ അതൊക്കെ നമുക്ക് റിമെമ്പർ ചെയ്തിരിക്കാൻ ഭയങ്കര ഡിഫിക്കൽട്ടായിരിക്കും അത്. എനിക്ക് പേഴ്സണലി അതായിരുന്നു ഏറ്റവും പാട്. തിയറി കൺസെപ്റ്റൊക്കെ പഠിക്കാൻ എളുപ്പമായിട്ട് തോന്നി, ബട്ട് നമുക്ക് ഇതൊക്കെ പഠിക്കാൻ കുറച്ച് പാടായിരുന്നു. ഇക്വേഷൻസ് അത് കുറച്ചുകൂടി ടഫാണ്, നമുക്കത് പെട്ടെന്ന് നമുക്ക് ഓർത്തിരിക്കാൻ പറ്റത്തില്ല. പിന്നെന്താണ്, അറീനിയസ് ഇക്വേഷൻ ഒക്കെ എളുപ്പമായിരുന്നു. ഈ ന്യൂമറിക്കൽസിലോട്ട് വന്നപ്പോൾ കുറച്ചൊന്ന് പെട്ടെങ്കിലും, പക്ഷെ നമ്മൾ ഒന്നുകൂടെ നല്ലതായിട്ട് വൃത്തിയോടെ വായിച്ച് മനസ്സിലാക്കിയൊക്കെ ചെയ്യാൻ പറ്റുന്ന ന്യൂമറിക്കൽസ് തന്നെ ആയിരുന്നു. ഞാൻ പറഞ്ഞില്ല, ഓവറോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നല്ലപോലെ പഠിച്ചു കഴിഞ്ഞാൽ നല്ലപോലെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ ഒരു എക്സാമും കൂടെ ആയിരുന്നു കേട്ടോ ഈ കെമിസ്ട്രി. കമ്പാരിറ്റീവ്ലി എനിക്ക് തോന്നുന്നു ഫിസിക്സിനെയൊക്കെ വെച്ച് അപേക്ഷിച്ച് നോക്കുന്ന ടൈമിൽ നമുക്ക് ഈ കെമിസ്ട്രി കുറച്ചുകൂടെ എളുപ്പമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. ജോമെട്രിക്കൽ ഐസോമേഴ്സ് ഒക്കെ വരയ്ക്കാനാണെങ്കിലും നമുക്ക് ഓൾറെഡി അറിയാം. അതൊക്കെ നമുക്ക് അതൊക്കെ എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു. പിന്നെ ഓർഗാനിക് എന്നും എല്ലാവർക്കും പാടായിട്ടുള്ളൊരു സംഭവമാണല്ലോ. ഓർഗാനിക് എനിക്കും പാടായിരുന്നു. അതിൽ ഓർഗാനിക്കിൻ്റെ ഒരു മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ അതിൽ കുറേ ഇക്വേഷൻസ് വരുന്നുണ്ട്. നമ്മളിപ്പോൾ ആൽക്കഹോൾ ഈതേഴ്സ് എന്ന ചാപ്റ്ററിലായിരിക്കും, ഫിനോൾ എന്ന ചാപ്റ്ററിലാണെങ്കിലും ആൾഡിഹൈഡ് കീറ്റോൺസിലാണ് കുറേ ഇക്വേഷൻസ് നമ്മൾ പഠിക്കുന്നുണ്ട്. ഇപ്പോൾ കാർബോക്സിലിക് ആസിഡിൻ്റെ പ്രിപ്പറേഷൻ, ആൾഡിഹൈഡിൻ്റെ കീറ്റോൺ, അങ്ങനെ കുറേ പ്രിപ്പറേഷൻ, അതിൻ്റെ കെമിക്കൽ റിയാക്ഷൻസ് എല്ലാം കൂടെ ഓർത്തിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പാടുള്ളൊരു കാര്യമായിരുന്നു. എല്ലാം കൂടെ ആയപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. പരീക്ഷ ഹോളിൽ അടിപൊളിയായിരുന്നു ആ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. കാരണം നമ്മൾ ഇത്ര ഇക്വേഷൻസ് അവിടെ ഇവിടെ എല്ലാം കൂടെ കുഴഞ്ഞൊരു പരിവായിട്ട് കിടക്കുന്നത്. ഒന്നാമത്തെ കാര്യം എനിക്ക് തോന്നുന്നു, എന്നെ സംബന്ധിച്ച് ആൾഡിഹൈഡ് കീറ്റോൺസ് ഒന്നും ഞാൻ വൃത്തിയായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. PYQ നോക്കിയിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻ നോക്കി ഞാൻ പെട്ടെന്ന് പഠിച്ചിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് എനിക്ക് ആ ചാപ്റ്ററിനെ കുറിച്ച് വലിയ ഐഡിയയും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് ചോദിച്ചൊക്കെ എഴുതാനും കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാലും പഠിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ നല്ലപോലെ എഴുതാൻ പറ്റും, നല്ല മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം തന്നെ ആയിരുന്നു. ഭയങ്കര ടഫസ്റ്റ് എക്സാം ആയിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. ഓർഗാനിക് ഒഴിച്ച് കഴിഞ്ഞ് ബാക്കിയൊക്കെ വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം നല്ലൊരു എക്സാം ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഓർഗാനിക്കിലായിരുന്നു എനിക്ക് പ്രശ്നം വന്നിട്ടുണ്ടായിരുന്നത്. ഇക്വേഷൻ വന്നിട്ട് ഫില്ല് ചെയ്യാൻ പറയുമല്ലോ, A B എഴുതാനും ഒക്കെ ചോദിക്കാം. അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ ഇത്രയും ഇപ്പം ഓർഗാനിക് നമുക്കിപ്പം ഹാലോ ആൽക്കീൻ, ഫിനോൾ, ആൽഡിഹൈഡ് 3 ചാപ്റ്റേഴ്സ് കൂടെ മിക്സ് ചെയ്ത് വരുമ്പോൾ പല ഇക്വേഷൻസ് നമ്മൾ അതിൽ പഠിക്കുന്നുണ്ട്. അപ്പം എല്ലാ ഇക്വേഷൻസ് കൂടെ റിമെമ്പർ ചെയ്ത് നമ്മൾ എഴുതുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യമാണ്. അപ്പം അങ്ങനെ ഒരു പ്രശ്നമേ ഉണ്ടായിരുന്നുള്ളൂ.
തിയറി കൺസെപ്റ്റൊക്കെ പഠിക്കാൻ നമുക്ക് എളുപ്പമായിരിക്കും. പക്ഷേ എക്വേഷൻസ് ഓർത്തിരിക്കുക എന്ന് പറഞ്ഞാൽ അതാണെന്ന് തോന്നുന്നു ഏറ്റവും വലിയ ടഫസ്റ്റ് പാർട്ടെന്ന് പറയുന്നത്. ഇതിൻ്റെ തന്നെ ഓവറോൾ കെമിസ്ട്രി എക്സാം എന്ന് പറഞ്ഞാൽ നല്ലപോലെ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം തന്നെ ആയിരുന്നു. നല്ലപോലെ അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യനും ആയിരുന്നു. നമ്മൾ പഠിച്ച ടോപ്പിക്കുകളിൽ മിക്കതും കോമൺ ആയിട്ട് വരുന്ന ടോപ്പിക്കിൽ നിന്ന് തന്നെയായിരുന്നു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നത്. സിമ്പിളായിട്ട് എഴുതാൻ പറ്റുന്നതായിരുന്നു. കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് പഠിച്ചിരുന്നെങ്കിൽ എനിക്കും നല്ലപോലെ എഴുതാൻ പറ്റിയേനേന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ആൽഡിഹൈഡ് കീറ്റോൺസ് ഞാൻ മിക്കതും സ്കിപ്പ് അടിച്ച് വിടുമായിരുന്നു. അതുകൊണ്ട് തന്നെ അങ്ങനെ ചെറിയ അല്ലറ ചില്ലറ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പം അടുത്ത എക്സാമിന് നമുക്ക് ഇതൊക്കെ സോൾവ് ചെയ്യണം ഗൈസ്. അപ്പം അത്രയേ ഉള്ളൂ.